1980കളിലെ ഒരു അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. 80കളുടെ അവസാന ഭാഗത്ത് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഇവാനിയോസ് കോളേജിൽ നിന്ന് ഏത് കുട്ടി വന്നാലും അവൻ കോൺഗ്രസ്സുകാരനാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവനെ അവിടെയിട്ട് അവർ ഊടുപാട് അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിലെ ക്ലാസ്സിലേക്ക്, എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് ഇവാനിയോസ് കോളേജിൽ നിന്ന് 2 കുട്ടികൾ വരുന്നു. അവരിൽ ഒരാൾ ഇപ്പോൾ ഇവിടെ ഒരു വലിയ മീഡിയയുടെ, വളരെ പ്രധാനപ്പെട്ട ഒരു മീഡിയയുടെ ചീഫായിട്ടിരിക്കുക, തിരുവനന്തപുരത്ത് തന്നെ. അവൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവാനിയോസ് കോളേജിൽ നിന്ന് വന്നു. അവർ അപ്പോൾ ഒരു ദിവസം ഞാൻ ഫസ്റ്റ് അവർ കോളേജ് തുടങ്ങിയിട്ടേ ഉള്ളൂ, അവരുടെ ക്ലാസ്സസ് ഒക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഫസ്റ്റ് ഇയർ MAയുടെ. അപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2-3 പയ്യന്മാർ വന്ന് ഇന്നയാളെ വിട്ടു തരണം, ഒന്ന് വിടണം എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ആ കുട്ടി ക്ലാസ്സിൽ വന്നിട്ടില്ല. അപ്പോൾ അവൻ്റെ കൂട്ടുകാരനെ ചൂണ്ടിക്കൊണ്ട് അവനെ ഒന്ന് വിട്ടാൽ മതി, കാണാൻ ഒരാൾ വന്ന് നിൽക്കുന്നു, വളരെ അത്യാവശ്യമാണ്, 5 മിനിറ്റ് കൊണ്ട് തിരിച്ചു വിടാമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ അത്യാവശ്യം എന്ന് പറഞ്ഞതുകൊണ്ട്, വളരെ നിർബന്ധിച്ചതുകൊണ്ടും ഞാൻ പോകാൻ പറഞ്ഞു. 5 പെട്ടെന്ന് തിരിച്ചു വരണമെന്നും പറഞ്ഞ് ആ കുട്ടിയെ വിട്ടു. കുട്ടിയെ വിട്ടിട്ട് അരമണിക്കൂറായിട്ടും കുട്ടി തിരിച്ചു വരുന്നില്ല. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ നോക്കുമ്പോൾ, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പറ്റിയത്, നമ്മുടെ കുട്ടി വന്നില്ല, നിങ്ങളുടെയൊക്കെ മുഖത്തൊരു പരിഭ്രമം കാണുന്നു, എന്താണെന്ന് ചോദിച്ചപ്പോൾ ടീച്ചറെ അവനെ കൊണ്ടുപോയിരിക്കുന്നത് യൂണിയൻകാരാണെന്ന് പറഞ്ഞു. ഞാൻ ആകെ അന്തം വിട്ടു. സത്യം പറഞ്ഞാൽ എന്നിലെ അമ്മ ഉണർന്നു എന്ന് വേണം പറയാനായിട്ട്. മക്കളെ വാ, നമുക്ക് അവനെ പോയി രക്ഷപ്പെടുത്താം എന്നും പറഞ്ഞ് ബാക്കി 23 കുട്ടികൾ, ക്ലാസ്സിലെ സ്ട്രെങ്ത് 25ആണ്, വിളിച്ചുകൊണ്ട് പോയ കുട്ടിയും അന്ന് വരാതിരിക്കുന്ന കുട്ടിയും, ആ 2 പേരൊഴിച്ച് ബാക്കി 23 കുട്ടികൾ പുറകിലും ഞാൻ അവരുടെ മുൻപിലുമായിട്ട് യൂണിയൻ മുറിയിലേക്ക് പോകുന്നു. ഞങ്ങൾ പെട്ടെന്ന് യൂണിയൻ മുറിയിലേക്ക് ആ കുട്ടിയുടെ പേരും വിളിച്ച് കയറി ചെല്ലുമ്പോൾ, ഇടിമുറി, യൂണിയൻ മുറി തന്നെ ഇടിമുറി എന്നാണ് പറയുന്നത്, അവിടെ അവൻ വിറച്ച് 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 നിൽക്കുകയാണ്. വേറെ എന്തൊക്കെ സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ചെല്ലുന്നത് കണ്ടായിരിക്കണം അവനെ അവർ എഴുന്നേൽപ്പിച്ച് നിർത്തിയത്. ഏതായാലും ഒരു പറ്റം നേതാക്കന്മാരുണ്ടായിരുന്നു ചുറ്റുവട്ടത്തിൽ. ഇതിനാണോ കൊണ്ടുവന്നത് ഈ കുട്ടിയെ എന്നും ചോദിച്ച് ഞാൻ ആക്രോശിച്ചു. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഫോൺ കയ്യിലെടുത്തു. ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഇപ്പം തന്നെ പ്രിൻസിപ്പലിനെയും പോലീസിനെയും വിളിക്കും, അവനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തോ? ഞങ്ങൾ ഒന്നും ചെയ്തില്ല ടീച്ചറെ, ഞങ്ങൾ അവനോട് വെറുതെ ചില കാര്യങ്ങളൊക്കെ സൗഹൃദത്തിൽ ചോദിക്കുക ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് അവർ ഉടനെ തന്നെ ആ കുട്ടിയെ ഞങ്ങളുടെ ഒപ്പം വിടുന്നു. അങ്ങനെ ആ കുട്ടിയെ ക്ലാസ്സിലേക്ക് ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴോ വഴിയിലോ ഒരു സമയത്തും അവൻ മിണ്ടിയില്ല. ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ മനസ്സ്, കുറച്ച് സമയം കൂടി ഇനി ആ ക്ലാസ് തീരാനുള്ളൂ, ഈ കുട്ടിയുടെ മനസ്സൊന്ന് നോർമലാക്കാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ തലയുടെ പുറകിൽ ഇതായിരിക്കുന്നു, നിങ്ങൾക്ക് കാണാം, മൂലധനത്തിൻ്റെ 3 കോപ്പികളും ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ മൂലധനത്തിലെ കഥ, ഞാൻ മാർക്സ് എന്തിനാണ്, കമ്മ്യൂണിസത്തിൻ്റെ വക്താവായ മാർക്സ് എന്തിനാണ് ഇങ്ങനെയൊരു പ്രസ്ഥാനം ഫോം ചെയ്തത് എന്ന് എൻ്റെ കുട്ടികളെ നിങ്ങൾക്കറിയാമോ? തൊഴിലാളികളെ എത്രയധികം ചൂഷണം ചെയ്തിരുന്ന ഒരു വ്യവസായ വിപ്ലവ കാലഘട്ടം. ആ കാലഘട്ടത്തിലെ ആ ചൂഷണത്തിനെതിരെ അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയാണ് മാർക്സ് ദാസ് ക്യാപിറ്റൽ എഴുതിയതും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയതും അദ്ദേഹത്തിൻ്റെ ആ ഐഡിയോളജി ലോകത്ത് മുഴുവനും സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചതും. അങ്ങനെയുള്ള ആ നല്ല മനുഷ്യനെയാണല്ലോ ഇത്ര ക്രൂരമായ പീഡനങ്ങൾക്ക് ഇവരൊക്കെ അനുവദിക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാലത്ത് നടന്ന കാര്യങ്ങൾ, അതായത് 5 വയസ്സുള്ള കുട്ടിയെ കൊണ്ട് 10 മണിക്കൂറൊക്കെ വീൽ ഇങ്ങനെ കറക്കുന്നത്, അന്ന് ഇങ്ങനെ തന്നെത്താനെ കറങ്ങില്ല. അപ്പോൾ അങ്ങനെ കറങ്ങുന്ന സമയത്ത് അതിനകത്തേക്ക് വീണ് കുട്ടി ആസകലം മുറിഞ്ഞ് മരിച്ചു വീഴുന്നത്, അത്തരം സങ്കട കഥകളൊക്കെ പറഞ്ഞു ഇവൻ്റെ സങ്കടം ഒന്ന് ഒതുക്കാൻ വേണ്ടി, അങ്ങനെയൊക്കെ ഒതുക്കാനൊക്കെ പറഞ്ഞു. ക്ലാസ് തീർന്നു. അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. മാത്രവുമല്ല, വെള്ളിയാഴ്ചയായിരുന്നത് മാത്രമല്ല, അപ്പോൾ ഞാൻ 9 ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ തൈറോയ്ഡ് റിമൂവ് ചെയ്ത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം ഞാൻ അന്ന് ക്ലാസ്സിൽ ചെന്നതായിരുന്നു. അടുത്ത തിങ്കളാഴ്ച, അതൊരു വെള്ളിയാഴ്ചയായിരുന്നു, ഞാൻ പറഞ്ഞ അടുത്ത തിങ്കളാഴ്ച ഞാൻ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട് പോയി ജോയിൻ ചെയ്യേണ്ടി വന്നു. ഇവിടെ ഒരു തുന്നിക്കെട്ടുമൊക്കെ ആയിട്ടാണ് പോയത് കേട്ടോ. കാരണം വെച്ചാൽ ഇത് അഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്. അങ്ങനെ ചെന്ന് ജോയിൻ ചെയ്യാൻ എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇനി നിങ്ങളോട് പറയണം. അതായത് ഈ കുട്ടിയെ ഇടിമുറിയിൽ പോയി രക്ഷിച്ചതുകൊണ്ട് LDF ഗവൺമെൻറ് എനിക്ക് തന്ന ശിക്ഷ. അങ്ങനെ അവിടെ അപ്പോൾ എൻ്റെ ഇളയ കുട്ടി 5 വയസ്സിൽ താഴെയാണ്, എൻ്റെ മൂത്ത കുട്ടി 10 വയസ്സിൽ താഴെയാണ്. അങ്ങനെയുള്ള 2 കുട്ടികളെ വിട്ടിട്ടാണ് ഞാൻ പോകേണ്ടി വന്നത്.
ഏതാനും വർഷം LDF ഗവൺമെൻറ് ഇറങ്ങുന്നത് വരെ ഞാൻ കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ തന്നെ ജോലി ചെയ്യേണ്ടി വന്നു. ഈ ശിക്ഷ ഇത് മനസ്സിലാക്കുന്ന ഏതെങ്കിലും അധ്യാപകനോ അധ്യാപികയോ പിന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമോ? അപ്പം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. LDFിലെ തന്നെ ഒരു ഉയർന്ന നേതാവിൻ്റെ ഭാര്യ, ആ നേതാവും ആ ഭാര്യ രണ്ടുപേരും എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയാറുണ്ടായിരുന്നു, LDF ഗവൺമെൻറ് എപ്പോൾ ഭരണത്തിൽ വന്നാലും ഭരണം നിർവഹിക്കുന്നത് സഖാക്കളാണ്. നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ ചെല്ലൂ, സഖാക്കൾ അവിടെ കാണും. നിങ്ങളൊരു കോളേജ് ക്യാമ്പസിൽ ചെല്ലൂ, സഖാക്കളായിരിക്കും അവിടെ ആര് വരണം ആര് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. നിങ്ങൾ പ്ലാനിംഗ് ബോഡി ചെല്ലൂ, അവിടെയും സഖാക്കൾ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അത്ര ദുർഭരണത്തിലേക്ക് LDF പോകുമ്പോൾ ഓർമ്മിക്കുക, ചങ്ങാത്ത മുതലാളിത്തം ഇവരാണ് അതിൻ്റെ തേരോടിക്കുന്നവർ. ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ തേരോടിക്കുന്നത് ഈ പറയപ്പെട്ട CPIM ഗവൺമെൻറ്റാണ്. യഥാർത്ഥത്തിൽ മാർക്സ് ഇപ്പോൾ ഇറങ്ങി വരികയാണെങ്കിൽ CPM കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞ് ആരെയെങ്കിലും മുഖത്ത് കണ്ടാൽ തെരണ്ടിവാല് കൊണ്ട് അടിക്കും. കാരണം മാർക്സ് പറഞ്ഞ ഐഡിയോളജി എവിടെ കിടക്കുന്നു, ഇവരുടെ ഐഡിയോളജി എവിടെ കിടക്കുന്നു? ഇവരുടെ ഐഡിയോളജി ഇപ്പം എന്താണ്? ഈ ചങ്ങാത്ത മുതലാളിത്തം കാരണം കൊണ്ട് എല്ലാവരും എന്നും പാവപ്പെട്ടവനായിട്ട് സിവിൽ സപ്ലൈസിൽ നിന്ന് റേഷൻ കാർഡ് വഴി കൊടുക്കുന്ന അരിയും സാധനങ്ങളും അതൊക്കെ വിഷം ചീറ്റിയ സാധനങ്ങളാണ്. അത്തരം സാധനങ്ങൾ തിന്ന് പാവപ്പെട്ടവരായി തന്നെ പട്ടിണി പാവങ്ങളായിട്ട് കഴിയണം. അങ്ങനെ പട്ടിണി പാവങ്ങളായിട്ട് കഴിഞ്ഞാലേ നാളെ നിങ്ങൾക്ക് സ്വർഗം എന്ന് പറഞ്ഞൊരു വലിയ സ്വർഗം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വോട്ട് മേടിച്ച് വീണ്ടും വീണ്ടും ഭരണത്തിൽ വരാൻ പറ്റൂ. പാവപ്പെട്ട മനുഷ്യരെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ മറക്കും. ഗവൺമെൻറ് ദുഷ്ചെയ്തികൾ മറക്കും. ഇപ്പൊ ഈ ദുഷ്ചെയ്തികൾ മറക്കാതെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള മാർഗമാണല്ലോ PR വർക്ക് എന്ന് പറയുന്നത്. PRD പോരാ, മറ്റ് PR ഏജൻസീസും പോരാ, പുതിയ ഒരു വലിയൊരു PR ഏജൻസി ബൃഹത്തായ 10-15 കോടി രൂപ മുടക്കിയാണ് ഇപ്പോൾ ഒരു PR ഏജൻസി വീണ്ടും ചിട്ടപ്പെടുത്തി കൊണ്ടുവരുന്നത്. എന്തിനാണ്? മുഖം മിനുക്കാൻ, ചെയ്ത തെറ്റുകളെല്ലാം ശരിയാണെന്ന് വരുത്തി തീർക്കാനുള്ള വ്യഗ്രത, ചെയ്യാത്ത വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു തീർത്തു എന്ന് വരുത്തി തീർക്കാനുള്ള വ്യഗ്രത. അതിനു വേണ്ടിയാണ് ഈ 3 PR ഏജൻസികളെയും ഉപയോഗിച്ച് ഇത്തരം നിഷ്ഠൂര കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മലയാളികളെ, നിങ്ങൾ വിദ്യാഭ്യാസം ഉള്ളവരല്ലേ? നിങ്ങൾ യുക്തിസഹമായി ചിന്തിക്കൂ. നിങ്ങൾ ക്രോണി ക്യാപിറ്റലിസ്റ്റിനും അതിനെ താലോലിച്ചു കൊണ്ടുപോകുന്നവർക്കും സിന്ദാബാദ് വിളിക്കാതെ നേരായ മാർഗത്തിലൂടെ ഒരു നല്ല ഭരണം കിട്ടണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോവുക. ഇതുപോലെയുള്ള അനസ്മാരെ സൃഷ്ടിക്കപ്പെടാതിരിക്കാനായിട്ട് ഈ അടുത്ത കാലത്താണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് സ്കൂൾ തലത്തിലും രാഷ്ട്രീയം ഉണ്ടാകണമെന്ന്. കോടതി എത്രയോ തവണ ഇടപെട്ടു. കോളേജുകളിൽ രാഷ്ട്രീയാടിസ്ഥാനത്തിലല്ല ചെയർമാനും സെക്രട്ടറിയും ഒക്കെ വരേണ്ടത് എന്ന് പറഞ്ഞിട്ട്. കേരളത്തിന് ഉദാത്തമായ ലക്ഷ്യങ്ങളുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ 12ാം ക്ലാസ് കഴിയുമ്പോഴേ വിദേശത്തേക്കുള്ള ഓട്ടം. അതായത് അതിനൊരു കാരണമുണ്ട്, ഇവിടെ തൊഴിലില്ല. ഇപ്പം നമ്മൾ എന്താ വെസ്റ്റ് ബംഗാളിൽ സംഭവിച്ചതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. 35 വർഷം തുടർച്ചയായിട്ട് LDF ഗവൺമെൻറ് ഭരിച്ചതാണ് വെസ്റ്റ് ബംഗാളിനെ. ഇപ്പോൾ അവിടെ അടുപ്പിൽ തീ പുകയണമെങ്കിൽ അവർ കേരളത്തിൽ വന്ന് ഇവിടുത്തെ പണി ചെയ്യണം. അതാണ് അവിടുത്തെ അവസ്ഥ. പക്ഷേ കേരളത്തിലെ കുട്ടികൾക്ക് ഒരു ബംഗാളില്ല പോകാൻ, വേറൊരു സ്ഥലമില്ല പോകാൻ. അപ്പം അവരെന്താ ചെയ്യുന്നത്? ഇവിടെ നിന്നാൽ തൊഴിലുമില്ല ജീവനുമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവർ കേരളം വിട്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനവുമില്ല കേരളത്തിലേക്കാൾ ജീവിക്കാൻ ഗുണമുള്ള സംസ്ഥാനം. അതുകൊണ്ട് അവർ ഇന്ത്യ വിട്ട് വിദേശത്തേക്ക് പോവുകയാണ്. അവിടെ അവർ മിക്കവാറും ചെയ്യാൻ പോകുന്നതോ കെയർ ഇക്കോണമിയിലെ ജോലികൾ എന്ന് വെച്ചാൽ ഈ 60 ഒക്കെ കഴിഞ്ഞവരുടെ കിടക്ക വൃത്തിയാക്കുക, അവർക്ക് വേണ്ട മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇത്തരം പണിയാണ് കേട്ടോ ഈ കെയർ ഇക്കോണമിയിലെ പണി എന്ന് പറഞ്ഞാൽ. നമ്മുടെ കുട്ടികൾ അറിഞ്ഞോ അറിയാതെയോ, പക്ഷെ അതിനൊക്കെ നല്ല ശമ്പളം കിട്ടുമേ. അവിടെ ശമ്പളവും ജീവിതവും മതിയെന്നുണ്ടെങ്കിൽ, നല്ല ഭക്ഷണവും നല്ല ശമ്പളവും കിട്ടിയാൽ മതിയെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ എനിക്കാണെങ്കിൽ എൻ്റെ മക്കൾ അങ്ങനെ ജീവിക്കുന്നത് ഇഷ്ടമല്ല. എൻ്റെ മക്കൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തം ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. അവർ ബുദ്ധിപരമായി പ്രാപ്തിയുള്ളവരാണെങ്കിൽ ആ പ്രാപ്തിക്ക് അനുസരിച്ചുള്ള ജോലി ചെയ്യണം. ബുദ്ധിപരമായിട്ട് പ്രാപ്തി ഇല്ലാത്തവരാണെങ്കിൽ അവർ കെയർ ഇക്കോണമി ജോലി ചെയ്യുന്നതിന് ഞാൻ സമ്മതിച്ചു കൊടുക്കും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും മക്കളുടെ പ്രാപ്തി അനുസരിച്ചുള്ള ജോലിയാണ് അവർ ചെയ്യേണ്ടത്. അല്ലാതെ കുറച്ച് പണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കെയർ ഇക്കോണമി പോയി കിടന്ന്
പണിയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉണ്ടാകണം, ക്വാളിറ്റി ഹെൽത്ത് കെയർ ഉണ്ടാകണം, വ്യവസായങ്ങൾ ഉണ്ടാകണം, ഇവിടെ ജീവിതം പച്ച പിടിക്കണം, നമ്മുടെ GSDP ഉയരണം. അതിനൊക്കെ നാം ഇത്തരം ഗവൺമെൻറ്റുകളോട് പറയണം, നിങ്ങളുടെ ഈ നയം മാറ്റിവെച്ചുകൊള്ളൂ, ഈ ചങ്ങാത്ത മുതലാളിത്തം മാറ്റിവെച്ചുകൊള്ളൂ, നിങ്ങൾ ഈ സംസ്ഥാനത്തെ സ്നേഹിക്കൂ, ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കൂ എന്ന് പറയാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാകണം. അത് LDF ആകട്ടെ, UDF ആകട്ടെ.